Hey guys, welcome back to my channel. ഇന്ന് ഹ്യൂമൻ ഫോർ ഫ്ലാറ്റിൻ്റെ പാർട്ട് 4 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് ഈ ബാക്കി കളിച്ചു തുടങ്ങാം. പിന്നെ നമ്മളിവിടെ ഇന്ന് ചെയ്യില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് സമയം വൈകാതെ കളിച്ചു തുടങ്ങാം. ഇത് ഇന്നലെ എനിക്ക് തോന്നിയതായിരുന്നു, ഈ ലാൻഡറിന് ഈ കമ്പ് വെച്ച് നമ്മൾ തള്ളിയിടണമെന്ന്. എനിക്ക് ഇന്നലെ തോന്നിയതാ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓയ് 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 അങ്ങനെയല്ലായിരുന്നു കേട്ടോ. കമ്പ് പോയിടാ ഇവിടെ. ഞാൻ എനിക്ക് വയ്യ ഈ ഗെയിം ചുമ്മാ മനുഷ്യന്. ഇതിപ്പോൾ ഇവിടെ നിന്ന് കിടന്ന് എന്താ കാണിക്കുന്നത്? അങ്ങോട്ട് പോ, അങ്ങനെ ചാടി പോ. കമ്പെട്, എടാ കമ്പ് എടുത്ത് കയറ്, തള്ളിയിട്. ഓ പിടി എടാ തള്ളി വീഴുന്നില്ലടാ. വീണ്. എടാ ഞാനും പോയി അതിൻ്റെ കൂടെ തന്നെ. ഇതൊരു കഷ്ടമാണെന്നാണ്. ഇനി ഞാൻ ലാൻഡണി തൂങ്ങി അപ്പുറത്തോട്ടേക്ക് പോയാൽ പോരെ, സിമ്പിള്. ഇത് എളുപ്പമായിരുന്നു കേട്ടോ. ഇതിൽ കയറി ഇരിക്കാം. ഓക്കെ, വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കയറാം. വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ടേക്കും കയറാം നൈസിന്. എടാ അയ്യോ, എനിക്ക് തോന്നുന്നില്ല എനിക്ക് ലാൻഡണി കയറാൻ പറ്റുമെന്ന്. നല്ല ലാസ്റ്റ് ട്രൈ. ഓക്കെ, ചാട്. പിടി. എടാ പിടിയുടെ കൈ വിട്ടു പോയിടാ. അറിയാതെ കൈ വിട്ടു പോയി എൻ്റെ. ഒരു വട്ടം കൂടി. ഇതറിയാതെ കൈ വിട്ട് പോയതായിരുന്നു, അതുകൊണ്ട് ഒരു വട്ടം കൂടി കൊടുക്കുക ചാൻസ്. ഓക്കേ, ചാട്. പിടിച്ചിടാ. ഇച്ചിരിയും കൂടെ അടിയിലോട്ടേക്ക് പിടിക്കുക. ഇതിച്ച് പൊങ്ങിപ്പോയി ഞാൻ പിടിച്ചത്. ഓക്കെ, തൂങ്ങ്. ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്. എന്താണ് ഇത്ര പതിയ? ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്. ഓക്കെ, ഇപ്പൊ സ്പീഡ് കൂടി. എടാ ഇതെന്താ? ഓക്കെ, ഫ്രണ്ട്. ഇത് തന്നെത്താലാവുക കേട്ടാ. ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട്. പിടിവിട്. എടാ പിടിവിട്ട് കളയല്ലേ മോനെ. എടാ പിടിവിടല്ലേടാ, എനിക്ക് വയ്യടാ. എൻ്റെ പൊന്നോ, ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. എന്നിട്ട് എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും രീതി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ യൂട്യൂബിൽ പോയിട്ട് ഇത് മാത്രം ചെയ്യുന്ന ഒരു രീതി തപ്പിയായിരുന്നു. അപ്പോൾ എനിക്കൊരു രീതി കിട്ടി. അതാണ് ഇതിങ്ങനെ കയറി, ഇങ്ങനെ പിടിച്ച് കയറിയിട്ട് ഇവിടെ നിന്നെടുത്ത് ചാടിക്കൊടുത്ത് പിടിക്കണത്. ഇത്രയും നേരം ഇത് നമുക്ക് ചെയ്യാന്നേ ഉള്ളായിരുന്നു. ബാക്കി ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഞാൻ എന്ത് ചെയ്യുന്നേ, ഗെയിം പ്ലേ കാണണമെന്ന് വിചാരിക്കുന്നേ, പക്ഷേ കാണത്തില്ല കയറി. അതിപ്പോൾ എൻ്റെ കുഴപ്പമല്ലല്ലോ. കയറ്. വീണ്ടും ഒരു ബാലിലിരിക്കുന്നു ഇവിടെ. സ്റ്റെപ്പ് ഉണ്ടല്ലേ. സ്റ്റെപ്പിൽ കൂടി മേളിൽ പോകാനായിരിക്കും കറക്റ്റ്. പക്ഷേ എൻ്റെ പൊന്നോ, എന്തുവാ സാധനം? മുട്ടം ഫാന്. ഇവിടെ ഒരു മുട്ടം ഫാനുണ്ട്. അപ്പുറത്തൊരു സ്ഥലം എനിക്ക് മനസ്സിലായി. നമ്മൾ ഇതിൽ പിടിച്ചിങ്ങനെ തൂങ്ങിയിട്ട് പിടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തെത്തും. അവിടെ ഒരു മുട്ടം കുഴി. പോണോ? അപ്പോൾ പോകണ്ട, എന്നെ കൊണ്ട് തയ്ക്കാൻ വയ്യ, ഞാൻ ചാടി പോവാ.
എനിക്ക് തയ്ക്കാൻ വയ്യ, ഞാൻ ചാടിപ്പോവും. ആ, ഇവിടെ ഈ സ്ഥലത്തേക്ക് കൂടി കയറി പോകാനാണ് നിൻ്റെ മോഹം. എനിക്കൊരു മോഹം ഇതിൽ കൂടി ഇങ്ങനെ കയറാനാണോന്ന്. കയറും ഞാൻ. ഇങ്ങനെ കയറി ഇങ്ങനെ ചാടി 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 ചാടി. എനിക്കൊന്ന് കളിയുടെ എൻ്റെ ആണെന്ന്. കളിയുടെ എൻ്റെ അല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു. ഇത് ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്ത് ചെയ്യാനെന്നാണ്? ഇവിടെ എന്ത് ചെയ്യാനാ ഞാൻ എന്താ ഇവിടെ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഞാൻ യൂട്യൂബിൽ പോയിട്ട് ഇതും എങ്ങനെ ചെയ്യുന്നതെന്ന് സെർച്ച് ചെയ്ത് ഞാൻ എന്തായാലും ഈ ലെവലിൻ്റെ ബാക്കിയും കൂടി അങ്ങ് നോക്കി. എൻ്റെ അടുത്ത് എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ബാക്കി മൊത്തം. എന്നാലും ഞാൻ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ തടിക്കഷണം എന്തെങ്കിലും, ഈ തടിക്കഷണം എന്തോ എടുത്ത് ഇവിടെ ഇട്ടിട്ട് തടിക്കഷണം അങ്ങ് ബാക്കിലോട്ട് പോലെ ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോലെ ഇച്ചിരി ബാക്കിലോട്ട് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇത് പൊക്കിയിട്ട് മൾട്ടിപ്ലെയർ കളിക്കുകയാണെങ്കിൽ അവന്മാരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാമായിരുന്നു. എന്നിട്ട് നൈസിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇരിക്കായിരുന്നു. പക്ഷെ മൾട്ടിപ്ലെയർ കളിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം. കയറിപ്പോ. ആൻവിലിട് അതിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ആൻവിലിട്. ഓക്കെ, ആൻവിലിൻ്റെ പുറത്ത് എൻ്റെ കൈയുണ്ട്. ആൻവിൽ എൻ്റെ പൊന്നു ഒന്ന് ഇറങ്ങി വാ സാധനമേ. ഓക്കെ, എടുത്ത് പൊങ്ങടാ, പൊങ്ങാനേ. ഞാനെന്താ പൊങ്ങാത്തത്? തൂക്കി കൊണ്ടുപോയാൽ മതി. ഞാൻ ഫസ്റ്റ് കയറട്ട്, അതിൻ്റെ കൂടെ ഇതിനെയും കൂടി വെച്ച്. ഓക്കെ, ഇനി ചാടാം. ഓടിച്ചാടി. ഇച്ചിരി പിടിവിട്ട് അത് പിടിച്ച് ഇവിടെ നിന്നും പിടിച്ച് കയറി. ഇനി ഇവിടെ പലർക്കും ഡൗട്ട് വരും എന്താ ചെയ്യണമെന്ന്. അതിനാണ് ഈ സാധനം പിടിച്ച് നീക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് എടുത്ത് ഒറ്റ ചാട്ടം. യെസ്, ഞാൻ ഒരു കാര്യം ആലോചിക്കാം, പ്ലെയർ ചാകത്തില്ലെന്ന്. അല്ല, ഇത്രയും മേളിൽ നിന്നൊന്ന് വീണിട്ട് ഒരു കുന്തം പോലും പറ്റിയില്ല അവനിക്ക്. അവൻ വെറുതെ ഇങ്ങനെ നടന്നു പോവുക, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു. എന്തൊരു ഗെയിമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കയറിപ്പോട്ടിയാൻ ഇവിടെ മണ്ടയിൽ ഇങ്ങനെ കയറണം. ഇവിടെ പിടിക്കണം. ഇവിടെ പിടിവിട്ടാൽ പോയി. എന്നാൽ ഞാൻ പിടിവിട്ട്. എനിക്ക് വയ്യ. ചാടി കയറിങ്ങോട്ട്. എന്താണ് ഇവിടെ? ആരും പേടിക്കരുത്, ഇതിൻ്റെ അകത്ത് പിടിച്ചാൽ ഇത് ഉടനെ നീങ്ങിപ്പോകുന്നതാണ്. അതിൻ്റെ കൂടെ വിടരുത്. അയ്യോ മണിമാളി, ഞാൻ പിടിവിട്ട്. അയ്യോ, ഇനി ഞാൻ എങ്ങനെ അതിൻ്റെ അകത്ത് കയറും? പണിയായല്ലേ. ഷടാ, ഇത്തിരി കഷ്ടമാണെന്നാണിത്. ഒന്ന് കയറ്. ഞാൻ എങ്ങനെ ഇനി അങ്ങോട്ട് പോവും? അതാണ് പ്രശ്നം. ഞാൻ എങ്ങനെ അപ്പുറത്ത് പോവും? ഓക്കെ, ഐഡിയ. ചാടി അങ്ങോട്ടേക്ക് അങ്ങ് ചാടി കയറാ മോനെ. മറിഞ്ഞടിച്ച് വീണേക്കുന്നു. ഓക്കെ, ചാടി കയറ്. ഒന്ന് കയറടാ, എനിക്ക് വയ്യടാ. ഞാനങ്ങ് സിമ്പിളായിട്ടങ്ങ് അപ്പുറത്ത് പോട്ട്. അവിടെ ആ ബോളൊക്കെ നീക്കി ഇങ്ങനെ വരണ്ടായിരുന്നു. ഞാൻ നൈസിനങ്ങ് ഇറങ്ങട്ട്. ഒരു മിനിറ്റ്. റീസ്റ്റാർട്ട് ചെക്ക് പോയിന്റ്. ഇപ്പൊ റെഡിയായി. ഗൈസ്, എന്തായാലും ഇത്രയായി. എന്നാലും ഞാൻ ഇതിൻ്റെ പാർട്ട് 4 ആയിട്ട് വരാം. ഇതിനി ഞാൻ ഇനി കൂടി വീഡിയോ എടുക്കുന്നില്ല. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പാർട്ട് 4 ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അല്ല, പാർട്ട് 4 ആയിട്ടല്ല,
പാർട്ട് 5 ആയിട്ട് വരുന്നതായിരിക്കും. ഇത് പാർട്ട് 4 അല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടം വരെ കണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.